പുനഃസംഘടനയിൽ ഉറച്ച് കോൺഗ്രസ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറായി. അഹമ്മദാബാദിൽ നടന്ന വിശാല പ്രവർത്തക സമിതിയിൽ DCC ശാക്തീകരണ ചർച്ചകൾ ഉണ്ടായില്ല. വഖഫ് ഭേദഗതി നിയമത്തെ തുറന്നെതിർക്കാനും ആവശ്യമുള്ളവർക്ക് നിയമസഹായം നൽകാനും പ്രവർത്തക സമിതി തീരുമാനിച്ചു. 2025 പുനഃസംഘടന വർഷം എന്നാണ് പ്രവർത്തക സമിതിയിലും തീരുമാനം. കീഴ്ത്തട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിൽ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ അന്തിമ ധാരണ വന്നതാണ്. അതിനാൽ പ്രവർത്തക സമിതി വിശദമായ ചർച്ചയിലേക്ക് കടന്നില്ല. വിഷയത്തിന് നാളെ ചെയ്യുന്ന സമ്മേളനത്തിൽ അംഗീകാരം നൽകും. സംഘടനാപരമായിട്ട് ശക്തിപ്പെടുത്തുക എല്ലാ തലങ്ങളിലും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം DCC ആണ്. പിന്നെ ആശയ ദൃഢത ഉറപ്പുവരുത്തുക. എന്തിനു വേണ്ടിയിട്ടാണോ കോൺഗ്രസ് നിലകൊള്ളുന്നത്, ആ നിലകൊള്ളുന്ന ആശയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വെള്ളം ചേർക്കാതെ ശക്തമായിട്ട് അതിനുവേണ്ടി നിലകൊള്ളുക. അതിനുവേണ്ടിയിട്ടുള്ള അടിമുതൽ മുടി വരെ പ്രവർത്തകരെ അതിന് സജ്ജരാക്കുക. BJP ശക്തമായി പ്രതിരോധിക്കാൻ പ്രവർത്തക സമിതി തീരുമാനിച്ചു. BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമം രാജ്യത്ത് സമാധാനം തകർക്കുകയാണ്. അമേരിക്ക വിലങ്ങിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നിട്ടും പകരച്ചുങ്കം ഏർപ്പെടുത്തിയിട്ടും മോദി സർക്കാർ മൌനം പാലിക്കുന്നു. ചൈന ആവർത്തിച്ച് നടത്തുന്ന കയ്യേറ്റത്തിലും മൌനം തുടരുകയാണ് എന്നും യോഗം വിമർശിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള 15 പേജ് പ്രമേയത്തിന് യോഗം അംഗീകാരം നൽകി. തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഗുജറാത്തിന്റെ പ്രാധാന്യം വിലയിരുത്തി തയ്യാറാക്കിയ പ്രത്യേക പ്രമേയവും അംഗീകരിച്ചു. പട്ടേലിന്റെ സംഭാവനകൾ ആവർത്തിച്ച് പ്രവർത്തക സമിതി പ്രത്യേക പ്രമേയം പാസാക്കി. സബർമതി ആശ്രമത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി ദണ്ഡിയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. അതേ ഭൂമിയിൽ നിന്ന് കോൺഗ്രസ് മറ്റൊരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പുതിയ തന്ത്രങ്ങളും പുതിയ കൂടിയാലോചനകളും ഒക്കെ ആയാണ് കോൺഗ്രസിന് മുന്നോട്ട് പോക്ക്. ഇത് എത്രത്തോളം വിജയിക്കും എന്നത് കാലം തെളിയിക്കേണ്ടതും. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, അഹമ്മദാബാദ്.